പുതിയ GST നിരക്കുകൾക്ക് അംഗീകാരം 12-28% സ്ലാബുകൾ ഒഴിവാക്കണമെന്ന കേന്ദ്ര സർക്കാർ നിർദ്ദേശമാണ് അംഗീകരിക്കപ്പെട്ടത്. ഇനി മുതൽ 5%, 18% എന്നീ രണ്ട് സ്ലാബുകൾ മാത്രമായിരിക്കും GSTക്ക് ഉണ്ടാവുക. നിലവിൽ 12% നികുതിയുള്ള ഇനങ്ങളിൽ ഭൂരിപക്ഷവും 5% സ്ലാബിൽ വരും. 28% നികുതിയുള്ളവയിൽ കൂടുതലും 18% സ്ലാബിലും ഉൾപ്പെടും. ബസന്ത് വിവരങ്ങളുമായിട്ട് ബസന്ത്, സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗത്തിൽ ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചതാണ്. എന്തായാലും സാധാരണക്കാർക്ക് വലിയ ഒരു ആശ്വാസമാകുന്ന ഒരു മാറ്റം കൂടിയാണല്ലോ. ദിവിഷ, ഇപ്പോൾ മന്ത്രിമാരുടെ ഉപസമിതി മാത്രമാണ് ഇത് അംഗീകരിച്ചിരിക്കുന്നത്. ഇനി ഇത് GST കൗൺസിലാണ് അന്തിമ അംഗീകാരം നൽകേണ്ടത്. പക്ഷേ 4 സ്ലാബുകളിൽ നിന്നും 2 സ്ലാബുകളിലായിട്ട് GST ചുരുക്കുകയാണ്. 5% അതോടൊപ്പം തന്നെ 18% എന്നുള്ള തരത്തിലേക്ക് 2 സ്ലാബുകൾ മാത്രമേ ഇനി ഉണ്ടാവുകയുള്ളൂ. മറ്റ് 2 സ്ലാബുകൾ ഒഴിവാക്കുന്ന ഒരു നടപടിയാണുള്ളത്. 12ഉം 28ഉം 2 സ്ലാബുകളും ഒഴിവാക്കും. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ നിലവിൽ 12%-ലുള്ള 99% ഇനങ്ങളും 5% സ്ലാബിലേക്ക് അല്ലെങ്കിൽ കുറഞ്ഞ സ്ലാബിലേക്ക് മാറും. ഏകദേശം 28% സ്ലാബിലുള്ള 90% ഇനങ്ങളും ഇനി 18% സ്ലാബിലേക്ക് മാറുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാകുക. അതേസമയം ആഡംബര കാറുകളുടെ നികുതി 40%-ൽ താഴെയായി നിജപ്പെടുത്തിയേക്കും എന്നുള്ളൊരു സൂചനയാണുള്ളത്. മാത്രമല്ല, ഈ ആരോഗ്യ ലൈഫ് ഇൻഷുറൻസ് ഇൻഷുറൻസുകൾക്ക് പ്രീമിയത്തിന് GST ചുമത്തുന്ന നടപടി ഒഴിവാക്കണം എന്നുള്ളൊരു ആവശ്യം ഉണ്ടായിരുന്നു. അത് ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ഇനി GST കൗൺസിലിലായിരിക്കും വരിക.